കൊറേ സ്നൈപ്പ് കിൽസിലാണ് ഡൗൺ ആയ എല്ലാ 1-on-1 ഫൈറ്റ് മുഴുവൻ നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. സ്നൈപ്പിലാണ് മൊത്തം 1-on-1 ഫൈറ്റ് മൊത്തം നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇപ്പം മറ്റേ നോക്കി ആ സ്നൈപ്പ് വണ്ടീനെ സ്പോട്ട് ചെയ്യാതിരുന്നോണ്ടാണ് മൂഞ്ചി പോയത്. സ്നൈപ്പ് വണ്ടി ഇത്തിരി മാറി സ്പോട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ തന്നെ ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റണ്ടേ. ഭണ്ഡാരം പിടിച്ചാൽ അതേപോലെ നീ ആദ്യം തന്നെ വണ്ടി കയറാതെ ഓപ്പണിൽ നിന്ന് ചെത്ത്, മനസ്സിലായില്ലേ? ബാലം വീഡിയോ ആയി, ദാമു അതേപോലെ ഓപ്പണിൽ നിന്ന് ചെത്ത് ആദ്യം തന്നെ. അതും ഒരു വണ്ടി പറഞ്ഞപ്പോ 2 വണ്ടി ഇറങ്ങി, മനസ്സിലായി? അതാണ് മുഞ്ചത്. ഞങ്ങളെ വണ്ടി ഇറങ്ങിയിട്ട് അപ്പോഴാണ് ആരോ ഡൗൺ ആയത്. അപ്പൊ അമ്മാരെ ഒരു വണ്ടി കൊണ്ട് ഇടിച്ച് കയറ്റി. സ്റ്റീവ് എന്നിട്ട് വേറെ വണ്ടി എടുത്തു. സ്റ്റീവ് എന്റെ പിന്നെ സ്ട്രില്ല് മാത്രമായി. എടാ ഈ നമ്മളെ വണ്ടിയാണ് അമ്മാര് വണ്ടി തരുമോ ബ്രോ? അവര് സംസാരിച്ചോളൂ ബ്രോ. വണ്ടിയാ അല്ല സംസാരിക്കാൻ അവിടെ ആളുണ്ട് ബ്രോ. അങ്ങോട്ട് സംസാരിക്കും. അവര് സംസാരിക്കാൻ അവിടെ ആളുണ്ട്. അങ്ങോട്ട് അവൻ ഡൗൺ ആയില്ലെന്ന് പറഞ്ഞല്ലേ? അവൻ ഡൗൺ ആയില്ല. ആ നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കണം. അവിടെ സംസാരിക്കാൻ ആൾക്കാരുണ്ട്. അവിടെ ചെന്ന് സംസാരിക്കാൻ. ആ അങ്ങോട്ട് സംസാരിക്കാൻ അവിടെ ഉണ്ട്. ആ ഓക്കെ വാ. ഇല്ല അത് വണ്ടി എടുക്കുന്നവര് അവർ സംസാരിച്ചിട്ട് വണ്ടി വരാന്നുള്ള രീതിയിൽ കൊണ്ടുപോട്ടെ. സംസാരം ഹലോ ബ്രോ. ഹലോ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ എന്തുവായിരുന്നോ പറഞ്ഞോ, കേൾക്കാൻ നല്ല രസമാണ്. അത് കേൾക്കാൻ നല്ല രസമൊന്നുമില്ല. ഇത്ര സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ ബ്രോ. സിമ്പിളായിട്ട് പറയാം. നമ്മളെ കൂട്ടത്തിലുള്ളവരെ നിങ്ങൾ ഒരാളെ വണ്ടി ഇടിച്ച് ഡൗൺ ആക്കിയ സീനൊക്കെ കുറച്ച് ഉണ്ടാക്കിയായിരുന്നു. അതിന്റെ പേരിൽ നമ്മളൊരു ഫൈറ്റ് ആയി. അതിൽ നമ്മളെ കുറെ ആൾക്കാർ ഡൗൺ ആയി, ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായോ? ബ്രോ ഇപ്പൊ നമ്മള് നിങ്ങളുടെ വണ്ടി നമ്മുടെ കസ്റ്റഡിയാണ്. 2 വണ്ടി ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങളുടെ ഇപ്പൊ നമ്മുടെ അടുത്തുനിന്ന് ഈ വണ്ടി എടുത്തോണ്ട് പോയത് ഞാൻ പറഞ്ഞല്ലേ വണ്ടി തരണമെന്ന് പറഞ്ഞല്ലോ. ഞാൻ വന്നിട്ട് അല്ല ഞാനേ ഇല്ലടാ ചന്ദ്ര ഞാൻ പറഞ്ഞോളാം. വണ്ടിയുടെ കാര്യം ഞാൻ ഇവിടെ വന്നിട്ട് വണ്ടി വേണോന്ന് പറഞ്ഞ് എടുത്തോളം പറഞ്ഞിട്ട് തന്നെയല്ലേ എടുത്തത്, അല്ലാതല്ലല്ലോ എടുത്തത്. ഞാൻ അവിടെ വന്ന് സംസാരിക്കാൻ നേരത്തെ വണ്ടി എടുക്കുവാണെന്ന് പറഞ്ഞു, അല്ല വെറുതെ അല്ല വന്നിട്ട് ഒന്ന് എടുത്തോണ്ട് പോയല്ലേ. ഇതാ ഞാൻ പറഞ്ഞു വണ്ടി വേണം, ഞങ്ങളെ വണ്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടല്ലേ ഇനി നിങ്ങൾക്ക് വണ്ടി വേണോ വെച്ചോ. ഓക്കെ കുഴപ്പമില്ല, വെച്ചോ. ഓക്കെ അപ്പൊ അല്ല കാര്യത്തിലോട്ട് സംസാരിക്കാം. അപ്പൊ ഇത്രേ ഉള്ളു സംഭവം, ഇത്രേ ഉള്ളു. ഒരു എടാ തമിഴ മിണ്ടാരി ഇതിൽ ആരാണ് സംസാരിക്കുന്നത് പറ. ആരാണ് സംസാരിക്കുക? മൈക്ക് ചെവി വെക്കണേ. ഓ മൈക്ക് കൂട്ടിയിട്ട് വന്നു മറ്റേ അവന്റെ മൈക്ക് കൂട്ടിയിട്ട് വന്നിട്ട് 200 മൈക്ക് ഇട്ടിട്ട് വന്നിട്ടുണ്ട്. 200 മൈക്ക് ഇട്ടിട്ട് വന്നിട്ടുണ്ട്.
പറഞ്ഞു കഴിഞ്ഞാ പറഞ്ഞു കഴിഞ്ഞാ എത്രയുണ്ട് ബാക്കി എത്രയുണ്ട് എണ്ണാണോ അടുത്തത്? അപ്പൊ എണ്ണ തെറ്റി, എന്തായാലും എണ്ണ തെറ്റാണ്. അപ്പൊ ഇതിനകത്ത് സംസാരിക്കാൻ പറ്റിയ ആരും ഇല്ലേ? നിങ്ങളമാര് ഹലോ, നമ്മളെ വട്ടത്തില് അല്ലല്ല ഡൗൺ ആയില്ല. നമ്മളെ കാര്യം പറയട്ടെ, നമ്മൾ അതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ പറഞ്ഞ കേട്ടോ, അതിന് മുമ്പേ ഓൾറെഡി മുതുക്കിൽ വെച്ച് ഹലോ മുതുക്കിൽ വെച്ച് ഞങ്ങളെ കൂട്ടത്തിലുള്ള പപ്പടമായിട്ട് ഓൾറെഡി സിറ്റുവേഷൻ ആയായിരുന്നു, മനസ്സിലായില്ലേ? എന്നിട്ട് സീൻ ആയതിന് പോയതിനു ശേഷമാണ് അവന് വീണ്ടും വന്ന് നിങ്ങൾ അതേ ഗ്യാങ് വണ്ടീനെ കൊല്ലുന്ന, മനസ്സിലായി? വണ്ടി ഇടിച്ചിടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സിറ്റുവേഷൻ ആയിട്ട് എടുത്തത്. അല്ലാണ്ട് ഡയറക്റ്റ് ആദ്യം വന്ന് അത് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങളുള്ളവര് നമ്മളെ ഡൗൺ ആക്കി. പക്ഷെ നമ്മളെ കൂട്ടത്തിൽ ഇലവായിട്ട് സുനിമൻ ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ വാർ വിളിക്കാന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങള് ഓക്കെ ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തത്. ആ ഓക്കെ എന്താണ് ഫെയർ പ്ലേ? നിങ്ങളെ വണ്ടി കിട്ടിയില്ലേ? അതുകൊണ്ടാണ് നമ്മളെ വണ്ടി എടുത്തത്. നമ്മുടെ വണ്ടി ഉണ്ട് ബ്രോ, നമുക്കിപ്പോ നമ്മുടെ വണ്ടി ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ വണ്ടി യൂസ് ചെയ്യണം താല്പര്യം. അപ്പൊ സാറേ ബാക്കി നീ സംസാരിച്ചോ. ബ്രോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വണ്ടി വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ബ്രോ. ആ ഓക്കെ അങ്ങനെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ വണ്ടി വരുന്നവരെ ബ്രോ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്താ അതൊരു നമുക്കല്ലല്ലോ, നമ്മുടെ വണ്ടി 3-4 ദിവസം എടുക്കും. നമ്മുടെ വണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് അവരെ ഇടയിൽ നടക്കിരിക്കും. അങ്ങനെയാണല്ലേ? അല്ലെങ്കിൽ ബ്രോന് അത്ര അടിക്കണം എന്നാണെങ്കിൽ, അല്ല ബ്രോന് അടിച്ചേ പറ്റത്തുള്ളാണെങ്കിൽ നമ്മളൊരു ഫെയർ പ്ലേ അനുസരിച്ച് നമുക്ക് അടിക്കാം. വണ്ടി ബോത്ത് സൈഡ് ഈക്വൽ. ചന്ദ്ര അങ്ങനെ ചെയ്യണം നിർബന്ധമില്ലല്ലേ? നമുക്ക് ഹെഞ്ചുമാനെ വിളിച്ചിട്ട് വാറിടണമെന്ന് പറഞ്ഞാൽ എന്നാ പോരെ? മനസ്സിലായില്ലേ? നമ്മളുടെ സിറ്റുവേഷനെ ഹെഞ്ചുമാനെ വിളിച്ചിട്ട് വാറിടണമെന്നൊക്കെ പറഞ്ഞാൽ പോരെ? ഇവന്മാർ ഈ ലൈക് ഫെയർ പ്ലേയില് എനിക്ക് ആ ഒരു ഇവര് പറയണ സംഭവം വെച്ചിട്ട് എന്തെങ്കിലും അവർക്ക് അല്ല ഒന്ന് ബഗ്ഗിനെ വിളിച്ചിട്ട് ജോലി അങ്ങനെ നിർബന്ധം ഉണ്ടെന്ന് വരും. ഫെയർ പ്ലേയിൽ അവര് പറയുമ്പോൾ നമ്മൾ വണ്ടി അത് തന്നെ എടുക്കണം നിർബന്ധം ഉണ്ടെന്ന് വരും. അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നാണ് എന്റെ വിശ്വാസം, മനസ്സിലായില്ലേ? കാരണം കഴിഞ്ഞ ദിവസത്തെ വാറിൽ ഈ സെയിം സമയം വന്നപ്പോഴത്തേക്ക് ഇവര് റിജക്ട് ചെയ്ത ഓർമ്മയുണ്ടോ? മറ്റേ SMG vs CID. അതാണ് പറഞ്ഞടാ, നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അതിന്റെ ആവശ്യമുള്ളതാണ് എന്റെ വിശ്വാസം. സിനിമ എന്തിടാ? നിങ്ങളുടെ അപ്പുറത്തിപ്പുണ്ട് ഇതുകൊണ്ട് ആണില്ലേക്ക് സൈഡില്. എടാ ദാമോ ഉണ്ടോ ഇവിടെ? അല്ല രാജൻ ഈ സിറ്റുവേഷനിൽ ഇപ്പൊ ഫെയർ പ്ലേയില് നമ്മൾ അവര് പറയുന്ന വണ്ടി തന്നെ എടുക്കണം അങ്ങനെ നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല. ഇപ്പൊ ഇല്ല, വരുന്ന വണ്ടിയിലാണത്. കോമൺ വണ്ടിയിലൊന്നും വരുന്നുണ്ട് പുതിയത്. ഇപ്പൊ നിർബന്ധമില്ലല്ലോ. അപ്പൊ നമ്മളിപ്പോ വാർത്ത അവർ അക്സെപ്റ്റ് ചെയ്യേണ്ടതല്ലേ എന്റെ കറക്റ്റ് ആയിട്ടുള്ളത്? അക്സെപ്റ്റ് അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യണം അവര്. സംഭവം കളിക്കാൻ പറ്റില്ല. ഹലോ 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 അല്ല കേക്കാമോ? അല്ല അങ്ങനെ ഇപ്പൊ ഈ വണ്ടി തന്നെ എടുക്കണമെന്ന് നിർബന്ധം നിങ്ങൾക്കില്ല. നമുക്ക് ഇഷ്ടമുള്ള വണ്ടി എടുക്കാന്നാണ് ഇപ്പൊ നമ്മൾ ചോദിച്ചോ പറഞ്ഞത്. ഈ വണ്ടി ഓക്കെ എന്നാ ഫെയർ പ്ലേ. ഓക്കെ ഞങ്ങൾ ആ വണ്ടി എടുക്കാം. ഞങ്ങൾ ബ്രോങ്ക് എടുക്കാം. ഓക്കെ എന്റെ പേര് സരകട.
സരക്കിടാൻ തിരക്ക് ഓക്കെ മാനിയായിട്ട് സംസാരിക്കുന്ന ഒരാളെ കണ്ടോണ്ട് വെച്ചതാ. ഓക്കെ ഓക്കെ അപ്പൊ ശരി ബ്രോ ശരി അപ്പൊ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുമല്ലോ. ചന്ദ്ര 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 മാറ്റ് 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 ചന്ദ്ര മാറ്റ് 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 ഫോൺ എടി എന്ത് കാടേ ഇത്? അല്ല അപ്പൊ നിങ്ങള് എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യല്ലേ? അപ്പം ഞങ്ങള് ബ്രോങ്കോ എടുത്തോളാം, വണ്ടി എടുത്തോളാം. ഓക്കെ ഓക്കെ ശരി ശരി. എടാ ചന്ദ്ര അതില്ലേ എന്നോട് ഉണ്ടോ? ഹലോ അങ്ങോട്ടോ അങ്ങോട്ടോ വണ്ടി ഉണ്ടോ? എന്റെ പൊന്നു ബ്രോ എന്താ ബ്രോ ഇതൊക്കെ? ഹലോ എടാ ഒന്ന് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരുമോ? വണ്ടി ഉണ്ടോ? വേണ്ട വേണ്ട എടാ ഞാൻ ഇവിടെ വയ്ക്കുന്നു ഇങ്ങോട്ടോ. നമ്മളെ മീറ്റിംഗ് നടന്നില്ല എവിടാ? ആ പറഞ്ഞോ ബ്രോ. നമ്പർ തരുമോ? ആ നമ്പർ കിട്ടിയോ എന്റെ നമ്പർ? ആ താങ്ക് യു കാശ് ഉണ്ടെങ്കിൽ വിളിക്കാം. മാനിയായിട്ട് സംസാരിക്കുന്നവരെ എനിക്ക് മാനിയായിട്ട് സംസാരിക്കുന്ന ഇഷ്ടം. ഓക്കെ ബ്രോ എടാ ഇങ്ങോട്ടോ 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 വിട് ഇല്ലടാ നമ്മളിപ്പം ഡയലോഗ് അടിക്കുന്നതിനൊന്നും ഒരു കാര്യമില്ല. നമുക്ക് വേറെ എഴുതി സംസാരിക്കാം, അതാണ് നല്ലത്. സിയോണിക്സിനെ വിളിച്ചിട്ട് ചോദിച്ചെന്ന് ആമോ എന്ന് വരുമെന്ന് വെച്ചാൽ 3 ദിവസം കഴിഞ്ഞ ആമോ വരുള്ളൂ. അവർക്ക് ആമോ ഇല്ലാണ്ട് അടിക്കത്തില്ല. ഉറപ്പായിട്ടാണ് അവരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നിന്റെ അടുത്ത് ആര് പറഞ്ഞു? മറ്റേ വീരപ്പം വിളിച്ചു വേറെ റിജക്ട് ചെയ്തിട്ട് ഇത്ര വേറെ വിളിക്കാം. വാ വണ്ടി കയറ അല്ലേ വണ്ടി കയറ ഓരോരോ വണ്ടി കയറും. വേറെ വിളി റിജക്ട് ചെയ്യുന്ന റിജക്ട് ആകുന്ന റിജക്ട് ചെയ്യട്ടെ അത്രല്ലേ ഉള്ളൂ. എന്തൊരു സോറി എടാ 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 ദാമു നീ പറയാനും നിക്കണ്ട, പറയാൻ വിളിച്ചൊന്നും പറയണ്ട. എന്തൊരു ഞാൻ മാറിയിട്ട് വീണ്ടും ദാമു വിളിക്കണ്ട, അവനെ വിളിച്ച് സംസാരിക്കണ്ട, വിളിച്ച് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ തിരിച്ചു വിളിച്ചപ്പോ പറയണ്ട. എടാ നില്ല്, യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വേറെ വിളിച്ചാൽ റിജക്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബാഡ്ജ് 5 രൂപ ആണോ ഇടാൻ? അമ്മ ആളില്ല. അമ്മാരിപ്പോ ഇറങ്ങി പോകുന്നു. നീ ഇട് ഇടടാ ഒരാൾ ഇട്, ഒരാൾ വിളി. എടാ ചന്ദ്ര വേറെ വിളിച്ചാണ് ഇപ്പൊ റിജക്ട് ചെയ്യുന്ന റിജക്ട് ചെയ്യട്ടെ. ഇട് 10 പേരില് ഇട റിജക്ട് ചെയ്യുന്ന റിജക്ട് ചെയ്യട്ടെ. എടാ വണ്ടി കയറ എടാ വരണ്ടേ? ഉള്ളവരല്ലേ വണ്ടി കയറി. ഇതൊക്കെ ആര് ഓപ്പണിലൊക്കെ നിൽക്കുന്നു ഇവിടെ? എടാ ഇതെന്തിന് ഇവർക്ക് ബുള്ളറ്റ് ആരും ചോദിച്ചാൽ കൊടുക്കൂലേ സിറ്റിയില്? എന്തൊക്കെ റീസൺ ആണോ എന്തോ? എല്ലായിടത്തും വാങ്ങാറുണ്ട്. അല്ല നമ്മളത് സംസാരിച്ചപ്പോ പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. വണ്ടർഫുൾ റീസൺ. ബുള്ളറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് റിജക്ട് ചെയ്തു.
ബുള്ളറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ബുള്ളറ്റ് ഒപ്പിച്ചു കൊടുക്കാം. വെയിറ്റ് ബുള്ളറ്റ് നമുക്ക് കൊടുക്കാം. ബുള്ളറ്റ് നമുക്ക് ഒപ്പിച്ചു കൊടുക്കാം. അവർക്ക് കളിക്കാനായിട്ട് ബുള്ളറ്റ് നമുക്ക് ഒപ്പിച്ചു കൊടുക്കാം. അതന്നെ ബുള്ളറ്റ് നമ്മൾ കൊടുക്കാന്ന് പറ. ഇത് വെച്ച് കുറച്ചാളെ നിക്കണ്ട പാങ്ങള്. ഇനി 3 ദിവസത്തേക്ക് വരൂല. 3 ദിവസത്തേക്ക് വരൂല. 3 ദിവസത്തേക്ക് വരത്തില്ല. ലക്കിനെന്തോ ഇടിച്ചു വന്ന് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ തോറ്റെന്ന് അർത്ഥം. അല്ലല്ല 3 ദിവസം വരെ കാരണം